അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اعترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. صدق الله العظيم. മുഴുവൻ ഓതുന്ന് വിചാരിച്ചോയോ? മുഴുവൻ ഓതി തീർക്കുന്നു വിചാരിച്ചോയോ? എന്താ നിർത്താത്തത് അല്ലേ? ഫലമ്മ ഫസ്വല, അങ്ങനെ പുറപ്പെട്ടപ്പോൾ, അങ്ങനെ അപ്പോൾ എന്നൊക്കെ അർത്ഥം. പുറപ്പെട്ടപ്പോൾ. അപ്പൊ എന്താണ്, എവിടെയാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്? അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ രാജാധികാരത്തിനുള്ള തെളിവ് നഷ്ടപ്പെട്ടു പോയ മൂസയുടെ പെട്ടകം നിങ്ങൾക്ക് തിരിച്ചു കിട്ടലാണ്. അതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാന്തിയുണ്ട്. മൂസായുടെയും ഹാറൂന്റെയും കുടുംബം വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങളും മലക്കുകൾ അത് ചുമന്ന് കൊണ്ടുവരും. തീർച്ചയായും നിങ്ങൾക്കതിൽ മഹത്തായ തെളിവുണ്ട്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. സന്ദർഭം നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിലാണ് അടുത്ത കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? ആര് ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറഞ്ഞു, ആരാണ് അവരുടെ പ്രവാചകൻ, ആരാണ് അവരിലേക്ക് വന്ന നായകൻ, എന്തിനു വന്നതാണ്, അല്ലെ? കുറെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു രാജാവിനെ തരൂ, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ എന്ന് പറയുകയാണ് ചെയ്തത് ഇസ്രായേലിയർ.
അപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ നബി അവരോട് ചോദിച്ചു, അഥവാ ഇനി അങ്ങനെ തന്നാൽ തന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്ന് കളയുമോ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യാതിരിക്കണം? ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതല്ലേ? ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തപ്പെട്ടില്ലേ? ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യാതിരിക്കണം? ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷേ അവർക്കിടയിലേക്ക് താലൂത്ത് എന്ന് പറയുന്ന ആളെ രാജാവാക്കി കൊടുത്തപ്പോ അവര് ചോദിച്ചു, താലൂത്താ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കല്ലേ ഇതിനുള്ള അർഹത, അല്ലേ? അവന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, അങ്ങനെയല്ല, അവന് ഇൽമു കൊടുത്തിട്ടുണ്ട്, അവന് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത്. ഫലമ്മാ ഫസ്വല, അങ്ങനെ പുറപ്പെട്ടപ്പോൾ, താലൂത്ത് പുറപ്പെട്ടപ്പോൾ, ബി ജുനൂദി, പട്ടാളവുമായിട്ട് സൈന്യവുമായിട്ട് പുറപ്പെട്ടപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, മുബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നബ്തലീഹി എന്നാണ്, അല്ലെ? അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടത് എന്നാണ്. അയ്യുക്കും അഹ്സനു അമല, എന്താണ് പരീക്ഷണം? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന പരീക്ഷണത്തിനാണ് വിട്ടത് എന്നാണല്ലോ. ആ പദം നമ്മൾ അങ്ങനെ പഠിച്ചതാണ്. മുബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ബിന്നഹർ, നഹർ എന്ന് പറഞ്ഞാൽ നദി, അൻഹാർ നദികൾ, നെഹർ നദി, ബിനഹ്റിൻ ഒരു നദി കൊണ്ട്, ഫമൻ ശരിബ, അപ്പോൾ അങ്ങനെ, മൻ ആരാണ്, ശരിബ കുടിക്കുന്നു, മിൻഹു അതിൽ നിന്ന്, ഫമൻ ശരിബ മിൻഹു അപ്പോൾ അതിൽ നിന്ന് ആര് കുടിക്കുന്നുവോ, ഫലൈസ മിന്നീ അവരെന്നിൽപ്പെട്ടവനല്ല. മനസ്സിലായോ? താലൂത്ത് പറയാണ്, നമ്മളിപ്പോ ഒരു നദി കടക്കാൻ പോവാണ്, ആ നദിയിൽ നിന്ന് കുടിക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല. വമല്ലം യത്അംഹു, എന്നാൽ അത് രുചിച്ചു നോക്കാത്തവൻ, വാ ആൻഡ് മൻ ലം അല്ലയോ, ആരല്ലയോ, യത്അംഹു രുചിച്ചു നോക്കാത്തവർ, തുഅമ അല്ലേ, റാഖ തുഅമുൽ ഈമാൻ, റാഖ തുഅമുൽ ഈമാൻ ഒരു ഹദീസാണ്. ഈമാനിന്റെ രുചി അറിഞ്ഞ ആളുകൾ, മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, ആരാണ് ഈമാനിന്റെ രുചി അറിഞ്ഞ ആൾക്കാര്? അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് തൃപ്തിപ്പെട്ടവരാണ്, ഇസ്ലാമാണ് ഞങ്ങളുടെ ദീൻ എന്ന് തൃപ്തിപ്പെട്ടവരാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഞങ്ങളുടെ നബി എന്ന് തൃപ്തിപ്പെട്ടവരാണ്. അപ്പൊ ആരാണ് ഈമാനിന്റെ രുചി അറിഞ്ഞവർ എന്നുള്ള ഒരു ഹദീസാണ്. ആ വാക്ക് വന്നപ്പോ ഓർമ്മയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈമാനിന് ഒരു രുചിയുണ്ട്, ആ രുചി അറിയണം. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈമാൻ കാര്യം മാറാണെന്ന് പറയുന്ന ആ രീതി മാത്രമല്ല, ഈമാനിനൊരു രുചിയുണ്ട്, അത് ആസ്വദിക്കാൻ കഴിയണം. ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ആണ് റബ്ബ് എന്ന് അറിഞ്ഞാൽ പോരാ, അത് വിശ്വസിച്ചാൽ പോരാ. പിന്നെന്താണ്? റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടണം. റളീതു ബില്ലാഹി റബ്ബ, അല്ലെ? ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരി, അപ്പോ വമല്ലം യത്അംഹു, അത് രുചിച്ചു നോക്കാത്തവൻ, ഫഇന്നഹു മിന്നി അവൻ എന്നിൽപ്പെട്ടവനാണ്, ഇല്ലാ മൻ ഇഅ്തറഫ കോരിയെടുത്തവൻ ഒഴികെ, ഓർഫൻ ഒരു കോരൽ കോരിയെടുത്തവൻ ഒഴികെ, ബിയദിഹി തന്റെ കൈകൊണ്ട്, ഫശരിബൂ മിൻഹു അവരതിൽ നിന്ന് കുടിച്ചു, ഇല്ലാ ഖലീല ചുരുക്കം ചില ആളുകൾ ഒഴിച്ച്, മിൻഹും അവരിൽ നിന്ന്, ഫലമ്മാ ജാവസഹു അത് മുറിച്ചു കടന്നപ്പോൾ, ഹുവ അദ്ദേഹവും, വല്ലദീന ആമനു ആരാണ്? വിശ്വസിച്ചവരും, മഅഹു അദ്ദേഹത്തോടൊപ്പം, ഖാലു അവര് പറഞ്ഞു, ലാ ത്വാഖത ലനാ ഞങ്ങൾക്ക് താക്കത്തില്ല, ഞങ്ങൾക്ക് താക്കത്തില്ല, കഴിവില്ല, അൽ യൗം ഇന്ന്, ബി ജാലൂത്ത് ജാലൂത്തിനോട്, വ ജുനൂദിഹി അവന്റെ സൈന്യത്തോട്, ഖാല പറഞ്ഞു, അല്ലദീന യظുന്നൂന
എന്താണ് പറഞ്ഞത്? വിചാരിക്കുന്ന ആൾക്കാർ പറഞ്ഞു. എന്ത് വിചാരിക്കുന്നവരാണ് പറഞ്ഞത്? അന്നഹും അവരാണെന്ന്, മുലാഖൂ കണ്ടുമുട്ടുന്നവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണെന്ന് വിചാരിക്കുന്നവർ പറഞ്ഞു. കം മിൻ ഫിഅത്തിൻ, കം എത്ര, മിൻ ഫിഅത്തിൻ സംഘങ്ങൾ, ഖലീല എണ്ണക്കുറവുള്ള ചെറിയ, ഗലബത് ജയിച്ചടക്കിയിട്ടുണ്ട്, ഫിഅതൻ കസീറ വലിയ സംഘങ്ങളെ, ബിഇദ്നില്ലാഹ് അള്ളാഹുവിന്റെ അനുമതിയോടെ, വല്ലാഹു മഅസ്വാബിരീൻ നിശ്ചയമായും അള്ളാഹു സബറുള്ളവരുടെ കൂടെയാണ്. വാക്കർത്താണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ വാക്കർത്ഥം തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാ അടുത്ത ആയത്തിന്റെയും കൂടി വാക്കർത്ഥം വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. വലമ്മാ ബറസു അവർ ഏറ്റുമുട്ടിയപ്പോൾ, ജാലൂത്ത് ജാലൂത്തിനോട് ഏറ്റുമുട്ടിയപ്പോൾ, വജുനൂദിഹി അവന്റെ സൈന്യത്തോടും, ഖാലു അവർ പ്രാർത്ഥിച്ചു, റബ്ബന ഞങ്ങളുടെ നാഥ, അഫ്രിഖ് അലൈന ഞങ്ങളുടെ മേൽ ചൊരിയണേ, സ്വബറൻ സ്വബർ ചൊരിയണേ, വസബ്ബിത് അഖ്ദാമന ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ, വൻസുർന ഞങ്ങളെ നീ സഹായിക്കണേ, അലൽ ഖൗമിൽ കാഫിരീൻ കാഫിരിങ്ങൾക്ക് മേൽ, നിഷേധികളായ ജനതയുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കണേ. ഇനി ഫഹസമൂഹും അവർ മറ്റുള്ളവരെ തോൽപ്പിച്ചു അല്ലെ, മറ്റുള്ളവരെ തോൽപ്പിച്ചു, ശത്രുക്കളെ തോൽപ്പിച്ചു, ബിഇദ്നില്ലാഹ് അള്ളാഹുവിന്റെ ഹിതത്താൽ, വഖതല കൊന്നു, ഖതല കൊന്നു, ദാവൂദ് ജാലൂത്തിനെ, വആതാഹുല്ലാഹു അള്ളാഹു അദ്ദേഹത്തിന് നൽകി, അൽ മുൽക്ക് രാജത്വം നൽകി, വൽ ഹിക്മ തത്വജ്ഞാനം നൽകി, വഅല്ലമഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു, മിമ്മാ യശാ അള്ളാഹു ഉദ്ദേശിച്ചത്, വലൗലാ ദഫ്ഉല്ലാഹ് അള്ളാഹുവിന്റെ പ്രതിരോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അന്നാസ് ജനങ്ങൾക്ക്, ബഅ്ലുഹും ബിബഅ്ൽ ചിലരെ കൊണ്ട്, ലഫസദത്തിൽ അർള് ഭൂമി കുഴപ്പത്തിലകപ്പെടുമായിരുന്നു, വലാകിൻ അല്ലാഹ എന്നാൽ അല്ലാഹു ളൂ ഫദ്ലിൻ അലൽ ആലമീൻ സകലരോടും ഔദാര്യമുള്ളവനാണ്. തിൽക അത്, ആയാത്തുള്ള അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആയത്ത് ദൃഷ്ടാന്തം, സംസ്കൃതാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ, മനസ്സിലായോ? ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. നത്ലൂഹ നാം അത് പാരായണം ചെയ്തു തരുന്നു, തലായത്ലൂ തിലാവത്ത് അല്ലെ, തിലാവത്തുൽ ഖുർആൻ, അലൈക നിന്റെ മേൽ, ബിൽ ഹഖ് യഥാർത്ഥമായി, ഇന്നക തീർച്ചയായും നീ, ലമിനൽ മുർസലീൻ മുർസലീങ്ങളിൽപ്പെട്ടവനാകുന്നു എന്നാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ടതാണ്. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, സിദ്നി എനിക്ക് കൂട്ടിത്തരണേ, വർദ്ധിപ്പിച്ചു തരണേ, ഇൽമൻ നാഫിഅ ഉപകാരപ്രദമായ, മൻഫഅത്തുള്ള അറിവ്. എന്നോട് തന്നെ ചോദിച്ചാൽ മതി, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. ഞാൻ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് കുറെ മനസ്സിലാവും, പക്ഷെ നിങ്ങൾ കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. ഓക്കെ, അതെപ്പോഴും പ്രാർത്ഥിച്ചോളേ, അധികമായി പോവില്ല കേട്ടോ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. അപ്പോൾ താലൂത്ത് പുറപ്പെട്ടു. ഇവരിപ്പോ ആകെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരാളെ കൊണ്ടാ, ഒരു രാജാവിനെ കൊണ്ടാ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്ന്. അങ്ങനെ താലൂത്ത് അവരെയുമായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടാവും.
അപ്പൊ ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബദറിന്റെ മുമ്പാണ്. ബദർ യുദ്ധം നടക്കുന്നതിന്റെ 2-3 മാസം മുമ്പ് ആണ് ഈ ആയത്തൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ ഇതില് പറഞ്ഞ എല്ലാ സംഗതികളുടെയും ഒരു മാതൃകയിലാണ് പിന്നെ ബദർ ഉണ്ടായത്. ബദറിന്റെ സംഗതികളൊക്കെ അങ്ങനെയാണ്. മുഫസ്സിറുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ബദറില് പിന്നെ ശത്രു സൈന്യവുമായിട്ട് ഏറ്റുമുട്ടാൻ നിന്ന ആ നൃത്തത്തിന്റെ ഘടന പോലും ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിലാവുന്നത്, ബദറിന് മുന്നോടിയായിട്ട് തന്നെ അള്ളാഹു താല ഒരു കൃത്യമായ ഒരു രേഖാചിത്രം എന്താക്കിയിട്ടുണ്ട്, നൽകിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ രീതിയിൽ. അപ്പൊ ഒരു ചെറിയ ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റിലൂടെ മനസ്സിലാവണം എത്ര ആൾക്കാർ ശരിക്കുള്ളവരുണ്ട്, ശരിക്കുള്ളവർ എത്ര ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, ഒരു അരിപ്പയാണ്. അരിപ്പ വെച്ചാൽ എന്താ സംഭവിക്കുക? എല്ലാം അടിയിലേക്ക് പോവില്ല. ചണ്ടി ഇതൊക്കെ നമ്മൾ മണൽ ധരിക്കലുണ്ടായിരുന്നു പണ്ട്. മണലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെ മണലിറക്കാറുണ്ടായിരുന്നു. അത് മണല് പൂയി ധരിക്കാൻ പോലെ ഒരു പണിയായിട്ട് പണ്ട് കാലത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമൊക്കെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പൂയി ധരിക്കണ പണിക്ക് പോണവരുണ്ടായിരുന്നു. പൂയി ധരിച്ച ചണ്ടിയിലുണ്ടാകുന്ന വെള്ളാരം കല്ലുകൾ പോലുള്ള സാധനങ്ങളെ കൊണ്ട് മുറ്റം അലങ്കരിച്ചിരുന്നു, പലതും ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ ആ അരിപ്പയിലൂടെ അതിന്റെ വലിപ്പമുള്ള സാധനം മാത്രമേ താഴോട്ട് പോവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ തട്ടും. ഇതാണ് എല്ലാ ടെസ്റ്റ് പരീക്ഷണങ്ങളുടെയും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ നദി ഇറങ്ങി കിടക്കാൻ പോവാണ്. അപ്പൊ നദി എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയുന്നത് ഫലസ്തീനിലൂടെ ഒഴുകുന്ന നദി ജോർദാൻ നദിയാണ്. ജോർദാൻ നദി എന്ന് പറയുന്ന ഒരു നദി. ചില നദികളൊന്നും പണ്ടുള്ളത് ഇപ്പൊ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ചില നദികളൊക്കെ നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? കോഴിക്കോട്ട് പുഴക്കത്തെ പള്ളി ഉണ്ട്. പുഴക്കത്തെ പള്ളി, ഇത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത പള്ളി എന്നല്ലേ പറയണ്ടേ, പക്ഷെ പുഴക്കത്തെ പള്ളി എന്നാ പറയാ അല്ലെ. അപ്പൊ അതിലൊരു പുഴ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് 100 വർഷം മുമ്പോ മറ്റോ അതിലെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്ന് പറയും. മാതൃഭൂമിയിൽ അതിന്റെ ഒരു ചരിത്രമൊക്കെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പുഴവക്കത്തെ പള്ളി, അങ്ങനെ പുഴന്റെ വക്കത്തുള്ള പള്ളിയായിരുന്നു. ഇപ്പൊ പുഴ അവിടെ ഇല്ല. അപ്പൊ ചിലതൊക്കെ അപ്രത്യക്ഷമാവും, ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് കാണാതാവുകയല്ല ചെയ്യാം. അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനോട് പോവുക. അപ്പോ പുരാതന കാലത്ത് ഇതൊക്കെ നടന്ന കാലം ഏതാ? അപ്പോ പക്ഷെ അതേ സമയത്ത് ഫലസ്തീനിലൂടെയുള്ള ജോർദാൻ നദിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പുഴയിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് പരീക്ഷണം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കരുത്. പുഴയിലൂടെ ഇങ്ങനെ പോവാണ്, വെള്ളം കുടിക്കരുത്. നമ്മളോടാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടിയില്ല വെള്ളം കുടിക്കരുത് എന്ന്. കാരണം എന്താ, പുഴയിലെ വെള്ളം അത് കുടിക്കോ എന്നാണ് നമ്മക്ക് തോന്നുക. കാരണം നമ്മൾ 5 വെള്ളം പുഴയിൽ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഈ ഇരിക്കുന്ന നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളെ കക്കോടി പുഴന്റെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു അല്ലേ? ഇന്നിപ്പോ അതിലാരെങ്കിലും ഇറങ്ങി കുളിക്കോന്നാ ചോദിക്കുന്നത് അല്ലേ? അതേ സമയത്ത് നമ്മൾക്ക് അതിൽ കുളിച്ചത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. പോയി കുളിച്ചത് ഞാനൊക്കെ കുളിച്ചിട്ടുണ്ട്. നമ്മൾ മാളിക്കടവ് ഭാഗത്തൂടി പോയിട്ടായിരുന്നു പുഴയിൽ ചാടി കുളിക്കൽ. ആ കുഴപ്പമൊന്നും അല്ലാതായി. അപ്പോൾ ഒരു കാലത്ത് ഈ പുഴയിലെ വെള്ളം കുടിവെള്ളമായിരുന്നു. ഇത് രസമുണ്ടാവും. അപ്പോ ആ നല്ല വെള്ളത്തിലൂടെയാണ് ഇറങ്ങി കിടക്കാൻ പോകുന്നത്. പരീക്ഷണം എന്താണ്? നിങ്ങൾ കുടിക്കരുത്. ഇനി അഥവാ അങ്ങനെ വല്ലാതെ കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കുടന്ന, എന്നതിന് പറയാ, കൈക്കുമ്പിൾ, കൈക്കുടന്നെന്ന് പറയും കേട്ടോ. ഇങ്ങനെ കൈവച്ചിട്ടുള്ള അത്രയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വളർച്ച കുടിക്കരുത്. പിന്നെയും കുടിക്കരുത്. ആരെങ്കിലും കുടിക്കാതെ എൻ്റെ കൂടെ വന്നാൽ അവർ എന്നിൽപ്പെട്ടവനാണ്.
ആരെങ്കിലും കുടിച്ചാൽ അവരെന്താണ്? പരാജയപ്പെടും. ഇതായിരുന്നു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ എന്ത് സംഭവിച്ചു? ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലാ. കുറച്ച് ആൾക്കാരൊഴികെ ബാക്കി എല്ലാവരും കുടിച്ചു അവരിൽ നിന്ന്. അങ്ങനെയാണ് സംഭവിച്ചത്. ഫലമ്മാ ജാവസഹു, അങ്ങനെ അത് മുറിച്ചു കടന്നപ്പോൾ, ഹുവ വല്ലദീന ആമനു മാഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും മുറിച്ചു കടന്നപ്പോൾ, ഖാലൂ, അവര് പറഞ്ഞു, ലാ താഖത ലനൽ യൗം, ഇന്നേ ദിവസം ഞങ്ങൾക്ക് കഴിവില്ല. എന്തിന് കഴിവില്ല? ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും ഏറ്റുമുട്ടാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ജാലൂത്ത് എന്ന് പറയുന്നതിനെയാണ് ഗോലിയാത്ത് എന്ന് പറയുന്നത്. ആ ആ ആ അതില് ബൈബിളില് ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ചില സംഗതികളുണ്ട്. അതായത് ആ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അവിടെ അവർക്ക് ഭക്ഷണ വിഭവങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നും, അങ്ങനെ കർത്താവ് തേൻ ഭൂമിയിലേക്ക് കൊടുത്തു എന്നും, അതെടുക്കരുത് എന്ന് അവരോട് പറഞ്ഞു എന്നും, പക്ഷെ അവര് വടികൊണ്ട് ഈ തേനറകളെ കുത്തി തേൻ ഉപയോഗിച്ചു എന്നും, അങ്ങനെ താലൂത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ എല്ലാവരും അത് ഭക്ഷിച്ചു എന്നും, അങ്ങനെ എല്ലാവരും പരാജയപ്പെട്ടു എന്നൊക്കെ ഉള്ളൊരു വേർഷൻ ഉണ്ട്. പക്ഷേ അത് ശരിയല്ല എന്ന് തിരുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗോലിയാത്തിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തോൽപ്പിക്കാൻ ഈ സമൂഹം എല്ലാവരും പറഞ്ഞാൽ കേൾക്കാതെ എല്ലാവരും മോശമായിപ്പോയി, എല്ലാവരും നാശമായിപ്പോയെങ്കിൽ പിന്നെ എങ്ങനെ വിജയം വരുന്നത്? അത് അതിൽ അവ്യക്തമാണ്. ഗോലിയാത്തിനെ തോൽപ്പിച്ചതായാലും പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗോലിയാത്തിനെ തോൽപ്പിക്കണമെങ്കിൽ വിശ്വാസി സമൂഹം മുഴുവനായിട്ടും പഴച്ചു പോവുകയും ഒന്നും അല്ലാണ്ടായി പോവുകയും ചെയ്താൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ മുന്നേറ്റം? അതല്ല സർ പറയുന്നത്, ഈ സംഭവത്തെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് ഖുർആനിലും അങ്ങനെ തന്നെയാണ്. ഖുർആനിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ പുഴ കടന്നു എന്ന് പറയുന്ന സംഭവം തന്നെയാണോ ഭക്ഷണം കഴിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞ സംഭവം? അതല്ലെങ്കിൽ അത് വേറെ സംഭവമാണോ? അല്ലെങ്കിൽ ഈ സംഭവത്തെ അല്പം കൂടി പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞപ്പോ അതിൻ്റെ അകത്ത് തേനും സംഗതിയൊക്കെ വന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ഖുർആൻ ഈ ചരിത്രത്തെ, അതിൽ വന്ന കൂട്ടിച്ചേർക്കലുകളൊക്കെ ഒഴിവാക്കി വിട്ടുപോയതിനൊക്കെ കൂട്ടിച്ചേർത്ത്, അതിനാണല്ലോ ഖുർആൻ വന്നത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ളതിൽ നിന്ന് ചോർന്നു പോയ സത്യങ്ങളെ ചേർക്കുകയും അതിലേക്ക് അധികം വന്ന സാധനത്തെ വെട്ടി ഒഴിവാക്കി, ഈ എഡിറ്റിംഗ് ആണല്ലോ. അപ്പൊ ഖുർആനാണ് അത് ഈ ആയത്തിന്റെ അവസാനത്തിൽ അതാണ് പറയുന്നത്, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ്, നിനക്ക് നാം ഏറ്റവും ശരിയായതാണ് ഓതി തരുന്നത്. വ ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായി നീ മുർസലീങ്ങളിൽ പെട്ടതാണ്. നിനക്ക് ഞാനിതാ കൃത്യമായിട്ടുള്ളത് പറഞ്ഞു തരുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് പിൽക്കാലക്കാർ അതിൽ നിന്ന് പലതും തെറ്റി മനസ്സിലാക്കിയപ്പോൾ അതിനെ തിരുത്തി നേരെയാക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെയെല്ലാം കൂടി ഇവര് അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിപ്പോ ഈ ഗോലിയാത്തിന് ഞങ്ങൾക്ക് എതിരിടാനുള്ള താക്കത്തില്ല എന്ന് പറഞ്ഞു. ഭൗതികമായി നോക്കുകയാണെങ്കിൽ അത് ശരിയുമാണ്. ഭൗതികമായി നോക്കുമ്പോൾ അത് ശരിയാണ്. ഏത് ശരിയാണ്? ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഹമാസിന് കഴിയില്ല. ഇത് ശരിയാണ്, യാതൊരു തർക്കവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായ, ആയുധം കച്ചവടം ചെയ്യുന്ന, ആയുധം ഉണ്ടാക്കി വെക്കുന്ന, എവിടുന്ന് വാങ്ങിക്കൊണ്ട വെച്ചല്ലോ, ആ വൻ സൈന്യത്തോട് എതിരിട്ട് നിൽക്കാൻ ഹമാസിന് കഴിയൂല. അത് ഭൗതികമാണ്. ആ ഭൗതികമായ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ
ലാ താഖത ലനാ, ഞങ്ങൾക്ക് കഴിവില്ല, അൽ യൗം ഇന്ന്, ബിജാലൂത്ത്, നെതന്യാഹുവിനോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് തന്നെയാണ് പറയാ. പക്ഷേ വജുനൂദിഹി, പക്ഷേ ഖാല അല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, നാളെ പിറ്റേന്ന് അള്ളാനെ കണ്ടുമുട്ടണം എന്ന് വിചാരമുള്ള ആൾക്കാരുണ്ട്. പടച്ചോനെ കണ്ടുമുട്ടണം എന്ന് വിചാരമുള്ള ആളുകൾ പറഞ്ഞതെന്താണ്? കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്, എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അപ്പോൾ ജാലൂത്തിനെ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താനാവൂല, വലിയ ശക്തനാണ് എന്ന് പറയുന്നത് ഭൗതികാർത്ഥത്തിൽ ശരിയാണെങ്കിലും നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര്, അതിൽ ഉറപ്പുള്ള ആൾക്കാര്, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് അറിവല്ല യഖീനുള്ള, കേട്ടോ, നല്ല ബോധ്യമുള്ള ആൾക്കാര് പറഞ്ഞത് ഞങ്ങൾക്ക് ആവൂല എന്നല്ല, എത്രയെത്ര ചെറു സൈന്യങ്ങളാണ് വൻ പടകളെ അള്ളാഹുവിന്റെ ഇംഗിതത്താൽ ജയിച്ചടക്കിയത്. വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു സബറുള്ളവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഖുർആനിന്റെ പുനരവതരണമോ അല്ലെ അതിന്റെ പ്രയോഗവൽക്കരണമോ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് തുടച്ചു നീക്കി കടലിൽ എറിയുമെന്ന് നെതന്യാഹുവും വലിയ സൈന്യവും മഹാ അമേരിക്കയും പറയുമ്പോ അരുതെന്ന് പറയാൻ ത്രാണിയില്ലാതെ മുഴുവൻ ലോകവും അതിന് മുമ്പിൽ മിണ്ടാതിരിക്കുമ്പോ 40 കിലോമീറ്റർ ദൂരമുള്ള 15 കിലോമീറ്റർ വീതിയുള്ള ഒരു ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ ചീന്ത് 1.5 കൊല്ലം പൊരുതി ഈ പറഞ്ഞ നെതന്യാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ആൾക്കാരും തെറ്റിപ്പോയി. നെതന്യാഹു ഒറ്റക്കായി. അവസാനം ഒരാഴ്ച കൊണ്ട് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ ഹമാസിനോട് ചർച്ചക്ക് ഇരുന്നു. ബന്ദികളെ മോചിപ്പിച്ചു തന്നാൽ നിങ്ങളെ ആൾക്കാരെ വിട്ടുതരാ എന്ന് പറയുന്നിടത്തേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ ഇതിനില്ല, അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാണ്ട് വേറെന്താണ്? വേറൊന്നുമല്ല. ഇന്നലെ വന്ന ഒരു ബന്ദിയായ ആള് പറയാണ്, ഞങ്ങൾക്ക് ആ തുരങ്കത്തിന്റെ ഉള്ളിൽ അവര് ഞങ്ങളുടെ ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു. ജൂതമതത്തിന്റെ ആരാധനകൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അവർ തന്നു. മനസ്സിലായത്? അപ്പൊ നിങ്ങൾ ഇസ്ലാം എന്താണെന്നുള്ളത് ലേഖനം എഴുതിയിട്ടല്ല, അവര് ജീവിതം കൊണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇന്നലെ വേർവിട്ടു പോകുന്ന ഒരു ബന്ദി ഒരു ഹമാസിന്റെ പോരാളിയുടെ നെറ്റിയിൽ ചുംബിച്ചു പോകുന്നത് നമ്മൾ കാണാൻ. എന്ന് പറഞ്ഞാൽ ഇസ്രയേലി ആയിട്ടുള്ള ഒരാൾ, തടവിലാക്കപ്പെട്ട ഒരാൾ പിരിഞ്ഞു പോകുമ്പോ കുടുംബക്കാരോടും പോകുന്ന മാതിരി ഒരു ഉമ്മ കൊടുത്തിട്ട് പോവാണ്. ആരെ? ഈ ഹമാസിന്റെ ആളെ. അല്ലെങ്കിൽ മഹാ കൊട്ടാരങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടെയും താമസിക്കുന്ന ആൾക്കാർ ഒരു ഔട്ട് ഹൗസിൽ ഇവരെ താമസിപ്പിക്കല്ല. ഭക്ഷണമില്ല, വെള്ളമില്ല, ജീവിക്കാൻ വകയില്ലാതെ മിസൈലുകൾക്കിടയിൽ അരക്ഷിതമായി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അടിവര. അവർക്കൊരരക്ഷിതത്വം ഇല്ല. അവർക്ക് അള്ളാഹു ഒരു സുരക്ഷിതത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊരു പോറലേൽക്കാതെ ഇവരുടെ പ്രാർത്ഥന നടത്താൻ പോലും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅതൻ കസീറ, എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതിയോടെ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ അറിയോ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ മെയിൻ പ്രശ്നം അല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് പറയുന്ന ഒരു ബോധം എല്ലാ ടെൻഷനിൽ നിന്നും നമ്മളെ മാറ്റും, എല്ലാ ബേജാറിൽ നിന്നും നമ്മളെ മാറ്റും.
എല്ലാ പരാജയ ബോധത്തിൽ നിന്നും നമ്മളെ മാറ്റും, എല്ലാ ഭീരുത്വത്തിൽ നിന്നും നമ്മളെ മാറ്റും. ആകെ ഒറ്റ ബോധം മതി നമുക്കില്ലാത്ത ഒറ്റ ബോധം. എന്ത്? അള്ളാനെ കണ്ടുമുട്ടും. അള്ളാനെ കണ്ടുമുട്ടും എന്നുള്ളവർക്ക് പിന്നെ എന്ത് ബേജാറാ? അപ്പൊ ജാലൂത്തിനോട് ഞങ്ങൾക്ക് പോരാടാനാവൂല എന്ന് യഥാർത്ഥത്തിൽ തന്നെ ഭൗതികാർത്ഥത്തിൽ അത് ശരിയാണെങ്കിലും ആത്മീയമായ ഒരർത്ഥത്തിൽ ഞങ്ങൾ അള്ളാനെ കണ്ടുമുട്ടുന്ന ബോധമുള്ളവര് പറഞ്ഞു. എന്താ പറഞ്ഞത്? എത്രയോ ചെറു സൈന്യങ്ങൾ വലിയ വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, വല്ലാഹു മഅസ്വാബിരീൻ. അപ്പോഴാണ് നമുക്ക് സ്വബർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതല്ല എന്ന് മനസ്സിലാവുക. നിങ്ങൾ എന്താ പറയണത്? ക്ഷമാലുക്കളോടൊപ്പമാണ് എന്ന്. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്ന ക്ഷമ എന്താണ്? താലൂത്ത് സൈന്യസമേതം പോവാണ് ജാലൂത്തിനെ കീഴ്പ്പെടുത്താൻ. യുദ്ധാണ്. ആ യുദ്ധത്തിൽ താലൂത്തിന്റെ കൂടെ പോണ ആൾക്കാര് ക്ഷമയുള്ളവരാണെന്ന് പറഞ്ഞാൽ, ജാലൂത്ത് എറിയുമ്പോ ഒരടി ഇവിടെ അടിച്ചു, എന്നാ മറ്റേ അടി ഇവിടെ അടിച്ചു, ഇതാണോ ക്ഷമ? അല്ല. അതായത് പിന്തിരിഞ്ഞു പോകാതെ ഉറച്ചു നിൽക്കുക എന്നതാണ് സ്വബർ. അപ്പൊ ജാലൂത്ത് എന്ന് പറയുന്ന സൈന്യവും സൈന്യാധിപനും ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നിങ്ങളോട്, അമാലിക്കകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രത്യേക ആൾക്കാരാണ്. അവരുടെ ഏറ്റവും ശക്തിയുള്ള ഒരു സൈന്യത്തിന്റെ മുന്നിൽ പോയിട്ട് സ്വബർ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം കുടിക്കരുതെന്ന് കുടിച്ചില്ല, നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുക, പിന്തിരിഞ്ഞു പോവാതിരിക്കുക, ഉറച്ച ധീരമായ നിലപാടുണ്ടാവുക. ഇതാണ് സ്വബർ. വല്ലാഹു മഅസ്സാബിരീൻ. അപ്പൊ അങ്ങനെയുള്ളവരുടെ കൂടെയാണ് ആരുണ്ടാവുക? അള്ളാഹു. വലമ്മ ബറസു വബറസൂ ലില്ലാഹി ജമീഅ എന്ന് പറയുന്നുണ്ട് വേറെ സ്ഥലത്ത്. ഇതുമായിട്ടൊന്നും ബന്ധപ്പെടല്ല, പരലോകത്തെ കാര്യമാണ്. നമ്മളിപ്പോ എന്താണ്, അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ. ആ മറയൊക്കെ അള്ളാഹു നീക്കിക്കളയുന്ന ഒരു സമയം വരാനുണ്ടെന്നാണ്. വലമ്മ ബറസു, അവർ ഏറ്റുമുട്ടിയപ്പോൾ ജാലൂത്തിനോട് വജുനൂദിഹി, അവന്റെ സൈന്യത്തോടും, ഖാലൂ, അപ്പോൾ അവർ പ്രാർത്ഥിച്ചു. ആരാ പ്രാർത്ഥിച്ചത്? നിങ്ങളുടെ കൂടെ ഇല്ലേ? വിശ്വാസികൾ പ്രാർത്ഥിച്ചു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലര്, താലൂത്തിന്റെ കൂടെയുള്ള ആൾക്കാർ. അവര് പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ നാഥ, അഫ്രിഗ് അലൈനാ സ്വബ്റ. നിങ്ങൾ ഈ പ്രാർത്ഥനയെ പറ്റി ഒന്ന് ആലോചിച്ചു. അവര് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഈ യുദ്ധം ഒന്ന് ഒഴിവായി തരണേ. അങ്ങനല്ല, പടച്ചോനെ ആ ജാലൂത്ത് ഒന്ന് ഇവിടുന്ന് പോയി തരല്ലേ. അതൊന്നല്ല. നമ്മൾ പറയണ്ടല്ലോ, ഹമാസിന്റെ ആൾക്കാർ വെറുതെ ഒക്ടോബർ 8 അവിടെ പോയിട്ട് അത് ഇട്ട് എന്നിട്ട് യുദ്ധം ക്ഷണിച്ചു വരുത്തി. നമ്മക്കല്ല ഈ ബേജാറ്, അവര് പോരാട്ടത്തിലല്ലേ. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബന അഫ്രിഗ് അലൈനാ സ്വബ്റ, നീ ഞങ്ങൾക്ക് സ്വബ്ർ തരണേ പടച്ചോനെ. സ്വബ്ർ തരണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം. പിന്തിരിഞ്ഞു പോകാനോ നിലപാട് മാറ്റാനോ ദുർബലമാകാനോ കാരണമാവാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തണം. രണ്ടാമത് അത് വാക്കാൽ തന്നെ പറയുന്നു, വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അപ്പോ ജാലൂത്തിന് വെടിവെക്കാൻ മറന്നു പോയാൽ മതിയായിരുന്നു. അങ്ങനൊന്നുമല്ല. ജാലൂത്തിന് പണിയെടുക്കും. അങ്ങനെ പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വബർ തരണേ, ഞങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ, ഞങ്ങളെ നീ സഹായിക്കണേ. വൻസുർനാ, ഞങ്ങളെ സഹായിക്കണമേ, അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേൽ, സത്യനിഷേധികളായ ജനതയുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കണേ. നിന്റെ സഹായം ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ ആയുധത്തിന് എന്ത് വിലയാണ്? അവന്റെ സഖ്യകക്ഷികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകം മുഴുവനായിട്ട് വന്നാലും അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം?
അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ. ഫഹസമൂഹും, അവർ മറ്റുള്ളവരെ തോൽപ്പിച്ചു, ഇതിനില്ല, അള്ളാഹുവിന്റെ ഹിതത്താൽ. വഖതല ദാവൂദ്, ദാവൂദ് വധിക്കുകയും ചെയ്തു ജാലൂത്തിനെ. അപ്പൊ അതിന്റെ ഇടയിലുള്ള വിശദീകരണങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടു. അതിലൊന്നും വിശദീകരണത്തിലല്ലല്ലോ കഥയുള്ളൂ. മാത്രവുമല്ല, ഇവിടെ ഖുർആൻ വേറെയും ചില സംഗതികൾ വിശദീകരിച്ചിട്ടില്ല. ഏത്? ഈ താലൂത്ത് രാജാവാണെന്നതിന്റെ തെളിവ് നിങ്ങൾക്ക് ആ പെട്ടി കിട്ടല എന്ന് പറഞ്ഞില്ലേന്നു. ആ പെട്ടി കിട്ടിയെന്നും അതിൻ്റെ അകത്ത് തൗറാത്ത് കണ്ടെത്തിയെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ കിട്ടി, മനസ്സിലായാൽ മതി. അതാണ് രാജത്വത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് ഹാജരാക്കി, ഇവർക്ക് മനസ്സിലായി. അതിൻ്റെ അകത്ത് ഉള്ള ഈ സംഗതികളൊക്കെ കിട്ടി, മനസ്സിലാക്കി. അതൊന്നും വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കൂല, അതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വേറെ വിശദീകരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആരായിരുന്നു ദാവൂദ് എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾ ചില സംഗതികളൊക്കെ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, അദ്ദേഹം ഒരു ഇടയനായിരുന്നു എന്നാണ്. ഇടയനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇതിലേക്ക് വന്നു വെട്ടതാണെന്ന് പറയുന്നു. ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെട്ടിയിൽ നിന്ന് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു പടയങ്കി ഉണ്ടായിരുന്നു അത്രേ. ആ പടയങ്കി ഈ സംഗതിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ താലൂത്ത് പറഞ്ഞു, അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ പണ്ടെങ്ങനെയെന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി പോയിട്ട് ബോംബിടല്ലോ, ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടല്ല. സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കും. അതിൽ അവിടുന്ന് ഒരാൾ വരും, ഇവിടുന്ന് ഒരാൾ പോകും. ദ്വന്ദ്വയുദ്ധമാണ് ആദ്യം. എന്നിട്ട് അതില് ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും, ഒരാൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യും. അപ്പൊ ആര് എന്നത് ആദ്യം അങ്ങനെയാണ് ഒരു പോക്കുണ്ട്. അത് ബദറിലൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോ ആരാണ്? ജാലൂത്ത് മുന്നോട്ട് വന്നു, നിങ്ങളെന്ന് അവസാനിപ്പിച്ചവരടാന്ന് പറഞ്ഞിട്ട്. ആരാണ് പോവുക? അപ്പൊ പറഞ്ഞു, ഈ പടയങ്കി കൊള്ളുന്ന ആൾക്കാര് പോട്ടെ. അങ്ങനെ ഓരോരുത്തർ പടയങ്കി ഇട്ട് നോക്കിയിട്ട് ആർക്കും പിറ്റാളില്ല. അങ്ങനെ ദാവൂദിന് ഇട്ട് നോക്കിയപ്പോ അത് പിറ്റായി. അങ്ങനെ പോയത് എന്ന് ഒരു സംഭവം. അതല്ല, ഈ സൈന്യത്തിൽ തന്നെ പെട്ട ഒരാളായിരുന്നു ദാവൂദ് എന്ന് പറയുന്നത്. അല്ല ആ പ്രവാചകൻ വേറെ. അതാരാ പ്രവാചകൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശംവേൽ എന്ന് പറയുന്ന അതാരായിരുന്നു? അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യാക്കൂബ് നബിക്ക് എവിടെ? ഏത് ബെന്യാമീൻ? നിങ്ങൾ എല്ലാം കൂടി ഒന്നാക്കുക. മാഷക്ക് പറയണമെന്നുണ്ട്. ആരാ? ഇനി ഫൈൻ ഇടും കേട്ടോ. അതായത് മൂസാ നബിന്റെ കൂടെ ഒരു ഭൃത്യനെ കുറിച്ച് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. എനിക്കുള്ളൊരു സാധ്യത എന്താന്ന് വെച്ചാല്, എനിക്കിതെല്ലാം 6 മാസം കഴിഞ്ഞ് പിന്നെയും പറയാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഇത് ഞങ്ങൾ കേട്ടാവുന്നൊന്നും നിങ്ങൾ പറയില്ല. അതായത് ആ ഭൃത്യനായ ആള് 20 വയസ്സുണ്ടായിരുന്ന അദ്ദേഹം മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ മൂസാ നബി ഹാറൂൻ നബിയൊക്കെ വഫാത്തായി. 40 കൊല്ലം ഇവര് മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. അങ്ങനെ അദ്ദേഹത്തിന് 60 വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അന്നേരം. അദ്ദേഹമാണ് ഈ ശംവേൽ. അദ്ദേഹം അവരുടെ കൂടെ നബിയായി. അതിനെയാണ് ബൈബിളിൽ സാമുവേൽ എന്ന് പറയുന്നത്. ബൈബിളിൽ സാമുവേൽ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ സംഭവങ്ങളും പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമല്ലോ. അദ്ദേഹത്തോടാണ് നാട്ടുകാർ പറഞ്ഞത്, ഞങ്ങൾക്ക് അമാലിക്കളോട് യുദ്ധം ചെയ്യണം, ഒരു രാജാവിനെ കൊണ്ടാന്ന്. അങ്ങനെ അള്ളാഹു കൊടുത്ത രാജാവാണ് താലൂത്ത്. ആ താലൂത്താണ് ജാലൂത്തിനോട് എന്ത് ചെയ്യാൻ പോണത്? യുദ്ധം ചെയ്യാൻ പോണത്. ആ താലൂത്ത് എന്ന് പറയുന്ന രാജാവിന്റെ രാജത്വത്തിന്റെ അള്ള തന്നെ തെരഞ്ഞെടുത്തതിന്റെ തെളിവാണ് ആ പെട്ടി, ഇസ്രായേലർക്ക് നഷ്ടപ്പെട്ട പെട്ടി തിരിച്ചെടുക്കുന്നു. ആ തിരിച്ചെടുത്ത പെട്ടിയിലാണ് പടയെങ്കിൽ.
ആ പടയെങ്കി ഇട്ട് നോക്കിയിട്ട് കൊള്ളുന്ന ആളാണ് ദാവൂദ് എന്നാണ് ഒരു വേർഷൻ. അതല്ല, താലൂത്തിന്റെ സൈന്യത്തിൽ തന്നെ പെട്ട ഒരാളായിരുന്നു എന്ന് പറയുന്നു. അതുമല്ല, ദാവൂദ് ഒരു ഇടയനായിരുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്, തുടങ്ങിയിട്ടില്ല. അപ്പൊ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോ ഈ ജാലൂത്ത് ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ആരാ പോവാന്നുള്ള തീരുമാനിച്ചു വെക്കുമ്പോ ദാവൂദ് പറഞ്ഞു, ഞാൻ പോയിക്കോളാം അറിയാണ്. അപ്പൊ ദാവൂദ് പോവാന്ന് പറയുമ്പോ ജാലൂത്ത് പറഞ്ഞു, വേമ്പ കാരണം എത്രയോ അതിശക്തനായ ഒരു ജാലൂത്ത് ഈ പയ്യൻ വന്നിട്ട് നീ വാ, ഇജ്ജെന്നെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇതിലിങ്ങനെ ഫയൽ ബാൻ ഇങ്ങനെ പറയില്ലേ, വാ 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 എന്ന് പറഞ്ഞ നിൽക്കുകയാണ് ജാലൂത്ത്. വാ ഇങ്ങോട്ട് വാ, എന്നെ ശരിയായി തരാന്ന്. അപ്പോൾ ഇവരെല്ലാരും കൂടിയിട്ട് ദാവൂദ് റെഡിയാണല്ലേ? റെഡിയാണ്. എന്നാ ദാവൂദിന് പടയെങ്കിയൊക്കെ അണിയിച്ചു കൊടുത്തു. അപ്പൊ പടയെങ്കി നിന്നിട്ട് ശീലമുള്ള ആളല്ല ദാവൂദ്, അതുകൊണ്ട് അതുമായിട്ട് നടക്കാൻ കഴിയണില്ല എന്ന് അതൊക്കെ എടുത്ത് ഒഴിവാക്കി. അല്ല, അതൊക്കെ ഒഴിവാക്കിയപ്പോ ദാവൂദിനോട് പറയുന്നുണ്ട്, അല്ല ഇങ്ങനെയൊക്കെ പോയാൽ, ദാവൂദ് പറഞ്ഞു, ഞാൻ എൻ്റെ ആട്ടിൻ പറ്റങ്ങളായിട്ട് പോകുമ്പോ എത്ര എത്ര സിംഹങ്ങളും മറ്റുള്ളതൊക്കെ വന്ന് ഞാൻ അതിനെയൊക്കെ കൈകാര്യം ചെയ്തു. ആ ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് രക്ഷിച്ച റബ്ബ് ജാലൂത്തിൽ നിന്നും എന്നെ രക്ഷിക്കും. മനസ്സിലായോ? അതാണ് യഖീൻ. ഞാന് ഈ ആടുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതാണ് എടുക്കല്, പടയെങ്കിയൊന്നുമല്ല. അത് എന്താണ്, ഞാന് എന്നെ ജാലൂത്തിൽ നിന്നും റബ്ബ് രക്ഷിക്കുന്നു. ജാലൂത്ത് വലിയ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇവനൊക്കെ എന്ത് എന്നുള്ള ഇങ്ങനെ നിൽക്കുകയാണ് സിമ്പിളായിട്ട്. അതാണല്ലോ ഈ നെതന്യാഹുവിന്റെ നൃത്തം അല്ലേ? അന്ന് ദാവൂദിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ചരൽക്കല്ല് തന്നെയാണ് നമ്മൾ ഹമാസിന്റെ അടുത്തുള്ളൂ എറിയാന്, വേറൊന്നുമില്ല. ആ കല്ലല്ലേ ഉള്ളൂ. അതേ സമയത്ത് നെതന്യാഹുവിന്റെ അടുത്തുള്ളത്, ജാലൂത്തിന്റെ അടുത്തുള്ളത് എല്ലാ സാധനങ്ങളും നെതന്യാഹുവിന്റെ അടുത്തുണ്ട്. ദാവൂദിന്റെ കയ്യില് ആകെ ഒരു കവണല്ലേ, കല്ലുള്ളൂ. അതായിട്ട് ഇങ്ങനെ ചെന്ന് നിന്നപ്പോ ആ നൃത്തമുണ്ടല്ലോ, നിങ്ങൾ മനസ്സിൽ കാണണം. വലിയ പടച്ചട്ടയും സംഗതിയൊന്നുമില്ല. ഒരു പയ്യൻ വന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ജാലൂത്തിന് ഇതൊന്നും എന്തല്ല ഒരു സംഗതി. അള്ളാഹു പറയാണ്, ദാവൂദ് എന്ത് ചെയ്തു? ഒരൊറ്റ വെക്കലാണ്. അതിവിടെ ചെന്ന് കൊണ്ടുവന്നാണ്, കൃത്യമായിട്ട് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. ഈ ആചാനുബാഹുവായ നിൽക്കണ ഈ ചങ്ങാതി മറിഞ്ഞു വീണു. ദാവൂദിന്റെ കയ്യിൽ വാളൊന്നും ഉണ്ടായിരുന്നില്ല. ദാവൂദ് ജാലൂത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ജാലൂത്തിന്റെ കയ്യിലെ വാളെടുത്തിട്ട് കത്തല കൊന്നു. ഇസ്രായേലരെ എറിയുന്ന മിസൈല് ഇവിടെ വന്ന് പൊട്ടു ഗസയില്. അതിന്റെ പുകയൊക്കെ അടങ്ങിക്കഴിഞ്ഞാല് ഹമാസിന്റെ ആൾക്കാർ പോയിട്ട് അതിങ്ങനെ നുള്ളി പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വെടിമരുന്നൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വേറെ ഈ ഫാനിന്റെ അകത്തും മറ്റിന്റെ അകത്തൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കും, അങ്ങോട്ട് അവിടേക്ക് പൊട്ടി. ആലോചിച്ചോക്ക്, ജാലൂത്തിന്റെ അടുത്ത് ആ വാളുള്ളത്, ദാവൂദിന്റെ അടുത്തില്ല. ദാവൂദ് കല്ലുകൊണ്ട് കൈകാര്യം ചെയ്ത് വീണടുത്തുനിന്ന് പോയിട്ട് ജാലൂത്തിന്റെ വാളെടുത്ത് കത്തല കൊന്നു. അത്രേ ഉള്ളൂ. അതോടുകൂടി അമാലിക്കുകൾ ഫിലിസ്തീനെ പോലെ എല്ലാ ഗ്യാസും പോയി. കാരണം ഇത്ര സിമ്പിളായിട്ട് ഒരു ദീർഘകാലം നിലനിന്ന യുദ്ധമോ, ഇവിടുന്ന് കുറെ ആൾ കൊല്ലപ്പെട്ടു, അവിടുന്ന് കുറെ ആൾ ഇങ്ങനെ ഒന്നുമില്ലാതെ ഫസ്റ്റ് മൂമെന്റിൽ തന്നെ ഇവരുടെ വലിയ ഏറ്റവും വലിയ, ഇപ്പൊ ചെസ് കളിക്കുമ്പോ ഒന്നാമത്തെ നീക്കത്ത് തന്നെ ചെസ് ബേജാറായി പോലെ ചെക്ക് പറഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും? ജാലൂത്ത് വീണിരിക്കുന്നു. അതോടുകൂടി ബാക്കിയുള്ള എന്തായി? പരാജയപ്പെട്ടു. അങ്ങനെയാണ് പരാജയപ്പെട്ടത്. അവിടെയാണ് പറയുന്നത് അള്ളാഹു ദാവൂദിന് എന്ത് കൊടുത്തു? ആധിപത്യം കൊടുത്തു, രാജത്വം നൽകി. വൽ ഹിക്മ, തത്വജ്ഞാനം നൽകി. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ബൈബിളില് പക്ഷേ അവിടുന്ന് അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാല്, എല്ലാവരും ദാവൂദിനെ പുകഴ്ത്തിയപ്പോ അത് താലൂത്തിന് ഇഷ്ടായില്ല. പിന്നെ ഓലമ്മലുള്ള സംഘർഷങ്ങളും
പിന്നെ ദാവൂദിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് താലൂത്ത് എടുക്കുന്ന പണികളൊക്കെയാണ് പിന്നെ അതിൽ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു നബീനോ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. അവരിങ്ങനെ കഥകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ളതാണ് അതിൽ പറയുന്നത്. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താണ്? ആതാഹുല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അദ്ദേഹത്തിന് ആധിപത്യം, അധികാരം, രാജത്വം നൽകി. വൽ ഹിക്മ, തത്വജ്ഞാനം. ഈ ഹിക്മ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് പ്രവാചകത്വം എന്നതാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. കാരണം ഈ ഹിക്മ നബിമാർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. നബിമാര് അല്ലെ, നബിയെ കുറിച്ച് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ ഹിക്മ പഠിപ്പിക്കുന്നതാണ് ആര്? നബിമാര്. അപ്പൊ നബി ആക്കി എന്നാണ് പറയുന്നത്. വഅല്ലമഹു മിമ്മാ യശാ, അള്ളാഹു പിന്നെ അദ്ദേഹത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെയും പഠിപ്പിച്ചു. വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ് ബഅ്ളുഹും ബിബഅ്ളിൻ, അള്ളാഹു ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർള്, ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇത് ഖുർആനിൽ വേറെ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്. വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ്, അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ സായുധമായ ജിഹാദ് ആവശ്യമുള്ളിടത്ത് അള്ളാഹു അത് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഭൂമി നിലക്കൂല, ഭൂമിയിൽ ഫസാദ് ഉണ്ടായി പോവായിരുന്നു. അപ്പൊ ഭൂമിയിൽ കുഴപ്പങ്ങളില്ലാതിരിക്കാൻ, ഫസാദില്ലാതിരിക്കാനാണ് സായുധ ജിഹാദിന് അള്ളാഹു അനുവാദം നൽകിയത് എന്നർത്ഥം. വലാകിന്നല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ, എന്നാൽ അള്ളാഹു സർവ്വലോകരോടും ഔദാര്യമുള്ളവനാണ്. അള്ളാഹു ലോകത്തുള്ള എല്ലാവരോടും ഔദാര്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാകാനുള്ള അവസരം അള്ളാഹു നൽകുകയില്ല. അങ്ങനെ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ദാവൂദ് അലൈഹിസ്സലാം, നബിയായ ദാവൂദ് അലൈഹിസ്സലാം ആ രാജ്യം ഭരിച്ചു. ആ രാജ്യം ഭരിച്ച ദാവൂദ് അലൈഹിസ്സലാമിന്റെ മകനാണ് പിന്നെ സുലൈമാൻ അലൈഹിസ്സലാം. അദ്ദേഹവും വലിയ അല്ലെ, സുലൈമാൻ നബിക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഖുർആൻ വേറെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു കാലം, ഈ കല്ലുമായി വന്ന് ഈ കവണയുമായിട്ട് വന്ന ദാവൂദിന്റെ കാലമാണ്. പിന്നെ ആ വലിയ സംഗതികളൊക്കെ മറച്ചിട്ട് ഇങ്ങനെ പോവാണ്. തിൽക ആയാതുല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവുക. ഈ ദൃഷ്ടാന്തം, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അടയാളങ്ങളാണ്. അത് ചിന്തിക്കുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. നത്ലൂഹാ, നാം പാരായണം ചെയ്തു തരുന്നു, അലൈക, നിന്റെ മേൽ, ബിൽ ഹഖ്, എന്താണ്, യഥാർത്ഥമായിട്ട് പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് പലതരം കഥകൾ സമൂഹത്തിൽ ഉണ്ടാകും, പലതരം കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടും, പലതും കൂട്ടിച്ചേർക്കപ്പെടും, പലതും എന്താവും, വെട്ടിമാറ്റപ്പെടും. പക്ഷെ അല്ലാഹു തആല അതിന്റെ കൃത്യമായ ടെക്സ്റ്റ് തരികയാണ്. വഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നീ, വഇന്നക, നിശ്ചയമായും നീ എന്താണ്, ലമിനൽ മുർസലീൻ, ആ മുർസലീങ്ങളിൽ പെട്ടവനാണ്, ദൂതന്മാരിൽ പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഇതാണ് 252 വരെയുള്ള ആയത്ത്. ഇനി പറയാൻ പോകുന്നത് വേറെ സംഗതിയാണ്. അതെ, അങ്ങനൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ അല്ലേ? 28 ജുസുകളേ ഉള്ളൂ ഇനി. അതിൽ തന്നെ ചില സൂറത്തുകളൊക്കെ അപ്പോ നമ്മള് അതിൽ തന്നെ ചില അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ മാറ്റി അതില്ലാതെ മുന്നോട്ട് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. ഏതായാലും അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.